ഇന്നത്തെ ഉച്ചയൂണൊന്ന് കണ്ടാലോ? അപ്പോൾ നമുക്കിന്ന് കഷ്ണം മീനാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കഴുകി വെള്ളം ചേരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതേപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതാ കുറച്ച് സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. സുർക്ക നാരങ്ങ നീരോ എന്തെങ്കിലും ചേർത്താൽ മതി കേട്ടോ, ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു രണ്ട് കറിവേപ്പിൻ്റെലും കൂടെ ചേർത്തിട്ടുണ്ട് അതിലേക്ക്, അതും കൂടെ ചേർത്താണ്ട് അരച്ചെടുത്ത് ആ ഒരു മിക്സ് നമ്മുടെ മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ വെണ്ടക്ക, തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് കറി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക കറിയാണ്. അപ്പോൾ വെണ്ടക്ക ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഈ ഒരു വലുപ്പത്തിലാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്രൈ പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ വെണ്ടക്ക ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡി ആവണതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങ ഞാൻ വറുത്ത് വെച്ചതിൻ്റെ കയ്യിലുണ്ടായിന് കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങയിലേക്ക് കുറച്ച് പച്ചത്തേങ്ങയും കൂടെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്കൊക്കെ വറവായിട്ടുണ്ട്. പിന്നെ വേഗം വേറൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. അതൊക്കെ ചേർത്ത് ഇതാ ഒന്ന് വഴറ്റിയെടുക്കണുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അപ്പോൾ പൊടികൾ കരിയാതെ നോക്കണം, തീ കുറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതാ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്നും ഇങ്ങോട്ട് വെന്തുടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. തക്കാളി നല്ലോണം ഇങ്ങോട്ട് ഉടഞ്ഞ് പോകുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ വറുത്ത് വെച്ച വെണ്ടക്ക ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ, വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിരുന്നല്ലോ, അരപ്പയിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് ഉപ്പേരിക്ക് ഫ്രിഡ്ജ് നോക്കിയപ്പോഴേ ഫ്രിഡ്ജിൽ കുറച്ച് ചെറിയൊരു കഷ്ണം ക്യാബേജ് ഉണ്ടായിനി, കുറച്ച് പയറുണ്ടായിനി, അതൊക്കെ കൂടെ അങ്ങനെ അരിഞ്ഞെടുത്ത് അങ്ങനെ ഒരു ഉപ്പേരി ആക്കിട്ടോ. പിന്നെ അതാ മീനിലൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പം. അപ്പം നമുക്ക് മീനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പുറത്ത് വിറകടുപ്പിൽ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ ഉപ്പേരി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചട്ടി ഞാൻ 2-3 വർഷമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇരുമ്പിൻ്റെ ചട്ടിയാണ്, നല്ല ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ചട്ടിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. പിന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ നമ്മളെ ചോറും കൂട്ടാനൊക്കെ റെഡിയായി. പിന്നെ ഒരു പപ്പടവും പൊരിച്ചെടുത്ത് കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്.